ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിളിച്ചാൽ വിളി കേൾക്കുന്ന, കരഞ്ഞാൽ കണ്ണീർ തുടയ്ക്കുന്ന ഒരേ ഒരു ദൈവമായ അമ്മയ്ക്കായി ഒരു ദിനം. മെയ് 8 മാതൃദിനം. തലോടലായും സാന്ത്വനമായും അരികിലെത്തുന്ന അമ്മമാർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് കാണാം പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് വനിതാ സംഘടനാ നേതാവ് ഖമറുന്നീസ അൻവറിനെതിരെയുള്ള നടപടി അച്ചടക്ക നടപടിയല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. നേതൃസ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിയതാണെന്നും വിശദീകരണം. എഴുത്തുകാരുടെയും ശബ്ദമുയർത്തുന്നവന്റെയും നാവരിയുന്ന ഭരണകൂടമാണ് രാജ്യത്തുള്ളതെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി. ഇന്റർസോൺ കലോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. സേവന സന്നദ്ധരാകാൻ സമൂഹത്തിന് സാധിക്കണമെന്ന് ഡെപ്യൂട്ടി മേയർ മീര ദർശൻ. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനത്തിൽ വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. ഖമറുന്നീസ അൻവറിനെതിരെ സ്വീകരിച്ചത് അച്ചടക്ക നടപടിയല്ലെന്നും നേതൃസ്ഥാനത്ത് നിന്നും തൽക്കാലം മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂവെന്നും PK കുഞ്ഞാലിക്കുട്ടി MP. KM മാണി വിഷയത്തിൽ ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് ലീഗില്ലെന്നും BJPയെ പുകഴ്ത്തേണ്ട ആവശ്യം ഇപ്പോൾ ലീഗിനില്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ കോൺട്രവേഴ്സി വന്ന സ്ഥിതിക്ക് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണ്ട എന്നേ അതിനർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇനി നാളെ തുടരുമോ ഇല്ലേ എന്ന് അതിനർത്ഥമില്ല. KM മാണി വിഷയത്തിൽ ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് ലീഗില്ലെന്നും BJPയെ പുകഴ്ത്തേണ്ട ആവശ്യം ഇപ്പോൾ ലീഗിനില്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വക കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി അഭിപ്രായം ആദ്യം പുറത്തു പറയുമോ. കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കാൻ വേണ്ടി അഭിപ്രായം ആദ്യം പറയാം, പിന്നെ ആലോചിക്കുക എന്നുള്ള രീതി ഞങ്ങൾക്ക്. നാളെ UDF ഉണ്ട്. കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിൽ ഒരു നിലപാടെടുക്കും. എഴുത്തുകാരുടെയും ശബ്ദമുയർത്തുന്നവന്റെയും നാവരിയുന്ന ഭരണകൂടമാണ് രാജ്യത്തുള്ളതെന്നും എന്തുകൊണ്ടും ശബ്ദമുയർത്താൻ അനിവാര്യമായ കാലമാണ് ഇതെന്നും എഴുത്തുകാരൻ KP രാമനുണ്ണി. യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് ആതിഥേയത്വം വഹിക്കുന്ന യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പ്രധാന വേദിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ KP രാമനുണ്ണിയാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. എഴുത്തുകാരുടെയും ശബ്ദമുയർത്തുന്നവന്റെയും നാവരിയുന്ന ഭരണകൂടമാണ് രാജ്യത്തുള്ളതെന്നും എന്തുകൊണ്ടും ശബ്ദമുയർത്താൻ അനിവാര്യമായ കാലമാണ് ഇന്നെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് തന്നെ ഭീഷണിയാണ് നിലവിലെ സ്ഥിതി. വർഗീയതയും വംശീയതയും പടർത്താനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. നോട്ട് നിരോധനത്തിലൂടെ വ്യക്തമാകുന്നത് ഇത്തരം പ്രവണതകളാണെന്നും എഴുത്തുകാരൻ കുറ്റപ്പെടുത്തി. നോട്ട് നിരോധനത്തിന്റെ പേരിൽ ആളുകളെ ക്യൂ നിർത്തിയിട്ട് അവന്റെ പ്രാഥമികമായിട്ടുള്ള വിനിമയങ്ങൾക്ക് പോലും തടസ്സം സൃഷ്ടിക്കുകയും ആ കാര്യത്തിൽ കൂടി ഒരു സാമ്പത്തികമായ നടപടിക്രമത്തിന്റെ കാര്യത്തിൽ കൂടി പോലും വർഗീയത വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ രാജ്യത്തെ വിഭാഗീയവും വർഗീയവുമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണ് ഇന്ന് ഭരണകൂടത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഗോഡ്വിൻ സാമ്രാട്ട്, സംഘാടക സമിതി കൺവീനർ ലിൻഡോ ജോസഫ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സണ്ണി, AK വിജിത്, സച്ചിൻ ദേവ്, നീരജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ ആരംഭിച്ചത്. കഥ, കവിതാ രചനാ മത്സരങ്ങൾ, ഉപന്യാസ, ചിത്രരചനാ മത്സരങ്ങൾ എന്നിവ പുരോഗമിക്കുകയാണ്. സേവന സന്നദ്ധരാവാൻ സമൂഹത്തിന് സാധിക്കണമെന്ന് ഡെപ്യൂട്ടി മേയർ മീര ദർശക്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ മീര ദർശക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സേവന സന്നദ്ധരാവാൻ സമൂഹത്തിന് സാധിക്കണമെന്നും മറ്റുള്ളവരിൽ അത് പകർന്നു നൽകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. ഒരു പെട്ടെന്നൊരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഓടിയെത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇപ്പം രാജേട്ടൻ പറഞ്ഞു പല ഹോസ്പിറ്റലുകളിലും നിങ്ങൾ പോകണം, ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ത്വക്ക് രോഗ ആശുപത്രി ആയാലും മെന്റൽ ഹോസ്പിറ്റലുകളായാലും ഒക്കെ തന്നെ നമ്മൾ അവിടെ അനുഭവിക്കുന്ന
അവരനുഭവിക്കുന്ന യാതനകളും എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാവുമ്പോൾ നമുക്ക് നമ്മളിലുള്ള വിഷമങ്ങളും എല്ലാം തന്നെ മാറും. അപ്പം ആ രീതിയിലേക്ക് എന്നും ഈ ഒരു ദിനം, ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകതയല്ല, എന്നും നമുക്കുണ്ടായിരിക്കുന്നതാണ് സേവന മനോഭാവവും അനുകമ്പയും സ്നേഹവും പരസ്പര വിശ്വാസവും എല്ലാം തന്നെ. അതെന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക്. നിങ്ങൾ അതിന് തയ്യാറായിട്ടുള്ളവരാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും ഇത് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനോധൈര്യവും സന്നദ്ധതയാണ് നമുക്ക് ആവശ്യം. ആതുര സേവന രംഗത്തും ദുരന്ത നിവാരണ രംഗത്തും റെഡ് ക്രോസ് സൊസൈറ്റി നടത്തുന്ന സേവനങ്ങൾ അഭിനന്ദനാർഹമാണ്. കർമ്മപദങ്ങളിൽ നിറസാന്നിധ്യമായി ജൂനിയർ റെഡ് ക്രോസുകളും സ്കൂളുകളിൽ സജ്ജരായിട്ടുണ്ട്. ചടങ്ങിൽ PV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. IRCS ജില്ലാ ചെയർമാൻ M രാജൻ വാർഷിക പദ്ധതി പ്രഖ്യാപനം നടത്തി. PVS ഹോസ്പിറ്റൽ MD ഡോക്ടർ TK ജയരാജ്, IRCS വൈസ് ചെയർമാൻ N ബാലകൃഷ്ണ മാരാർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, KB രാജേന്ദ്രകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ വഖഫ് സ്വത്തുകളിൽ യഥാർത്ഥമായ ഉപയോഗം നടക്കുന്നില്ലെന്നും ഇവിടെ ഇടപെടലുകൾ ആവശ്യമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. കേരളത്തിലെ വഖഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനം PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വഖഫ് ഭൂമികളിൽ ശരിയായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വഖഫ് ഭൂമികൾ കച്ചവട ഭൂമിയാകുന്ന അവസ്ഥ ഇന്ത്യയിൽ പലയിടത്തുമുണ്ട്. പല ഭാഗങ്ങളിലും ഭൂമികൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നും കയ്യേറ്റക്കാർ അതിന് കാത്തിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ വഖഫ് കമ്മിറ്റികളുടെ കയ്യിലുള്ള വഖഫ് ഭൂമികൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇടപെടൽ ആവശ്യമാണ്. അല്ലെങ്കിൽ വളരെ അധികം വൈകാതെ ഇവിടെയും അന്യാധീനപ്പെടൽ തുടങ്ങും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഭൂമി എന്ന് പറഞ്ഞാൽ വെറുതെ ഇട്ടാൽ അവിടെ എന്തെങ്കിലും ഉടമസ്ഥനൊന്നും ചെയ്യുന്നില്ല, ഈ നാട്ടുകാരെന്തെങ്കിലും കാണും. ആ കാര്യം ഉറപ്പാണ്. ഉടമസ്ഥന് വലിയ താല്പര്യമില്ലെങ്കിൽ നാട്ടുകാർ എന്തെങ്കിലും അവിടെ ഓരോന്ന് തുടങ്ങും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഭൂമി ഉണ്ടാവില്ല കുറെ കാലം കഴിയുമ്പോൾ. അപ്പൊ ആ ഒരു സ്ഥിതി വഖഫ് ഭൂമികൾക്ക് വന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും കൽക്കട്ടയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും മൈസൂരും എന്ന് വേണ്ട പല സ്ഥലത്തും സംഭവിച്ചത് അതാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുണ്ടോ? അതിനെപ്പെട്ട് ബോംബെയിലും. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടന്നത്. മെഡിക്കൽ കോളേജ് വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാകാൻ നെഞ്ചുരോഗ വിദഗ്ധന്മാരുടെ സംഘടനയായ കാലിക്കറ്റ് ചെസ്റ്റ് ക്ലബ്ബ് തയ്യാറെടുക്കുന്നു. COPD രോഗികൾക്കുള്ള NIV, ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്നീ ഉപകരണങ്ങളാണ് സംഘടന കൈമാറുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും വ്യാഴാഴ്ച ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കും. COPD എന്ന ശ്വാസകോശ രോഗികൾക്ക് ആശ്വാസമേകാൻ ഏറ്റവും നൂതനമായ NIV, ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്നീ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങളാണ് ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സംഘടന സംഭാവന ചെയ്യുക. പുകവലിക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗമാണ് COPD. മൂർധന്യത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും കിതപ്പ്, ശ്വാസമുട്ടൽ എന്നിവ അധികരിക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. ഇത്തരം മാരകരോഗത്തിന്റെ ചികിത്സയ്ക്കായുള്ള ഉപകരണങ്ങൾ ലഭ്യമാകുന്നതോടെ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് ഇത് ഏറെ ആശ്വാസകരമായിരിക്കുമെന്ന് സംഘാടകർ പറയുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരന്റെ സാന്നിധ്യത്തിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചുള്ള ചടങ്ങിൽ ചെസ്റ്റ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ അജിത് ഭാസ്കർ, ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്രണ്ട് ഡോക്ടർ രാജഗോപാലിന് ഉപകരണങ്ങൾ കൈമാറും. പരിപാടിയുടെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കും. ആശുപത്രികൾക്കും രോഗികൾക്കും ഡോക്ടർമാർക്കും സംശയ നിവാരണത്തിനായി COPD ഹെൽപ്പ് ലൈൻ നമ്പർ 9895410576 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വാർത്തകളിൽ ഇടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ് പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ് കോഴിക്കോട് ബീച്ചിൽ എന്താ കോഴിക്കോട് ബീച്ചിൽ എന്താ കോഴിക്കോട് ബീച്ചിൽ എന്താ കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നത്? കോഴിക്കോട് ബീച്ചിൽ എന്താ കോഴിക്കോട് ബീച്ചിൽ എന്താ കോഴിക്കോട് ബീച്ചിൽ എന്താ കോഴിക്കോട് ബീച്ചിൽ എന്താ കോഴിക്കോട് ബീച്ചിൽ എന്താണ് കോഴിക്കോട് ബീച്ചിൽ എന്താ കോഴിക്കോട് ബീച്ചിൽ എന്താ എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം.
കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരു പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് കളാ. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സ്? അതെ, ക്ലാസ്മേറ്റ്സ്. മെൻസ് വെയറിലും ലേഡീസ് വെയറിലും സാരിയിലും എല്ലാം ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. വിലയുടെ കാര്യമല്ലേ? അതെ, ശരിക്കും അഫോർഡബിൾ. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തോറ്റതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രമേഖലയിലെ പ്രമുഖരുമായി സംവദിക്കാനുള്ള അവസരമൊരുക്കി വിദ്യാർത്ഥി ശാസ്ത്രജ്ഞ സംവാദം. സാം, കേരള ജൈവ വൈവിധ്യ ബോർഡ്, മേഖലാ ശാസ്ത്ര കേന്ദ്രം, കേന്ദ്ര അടക്കവിള സുഗന്ധവിള ഡയറക്ടറേറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സംവാദം നടന്നത്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നടന്ന പരിപാടി ഡയറക്ടർ VS രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രമേഖലയുടെ ആഴങ്ങളെ അടുത്തറിയാനും പുതിയ പ്രതിഭാസങ്ങളെ പരിചയപ്പെടാനുമുള്ള അവസരമാണ് വിദ്യാർത്ഥികൾക്കായി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഒരുക്കിയത്. വിദ്യാർത്ഥി ശാസ്ത്രജ്ഞ സംവാദം മേഖലാ ശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രലോകത്തിന്റെ മികച്ച നേട്ടങ്ങളാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനമായതെന്ന് അദ്ദേഹം പറഞ്ഞു. 2 മേഖലയിൽ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്പർ ഓൺ സ്പേസ്, അവിടെ ഏകദേശം ഒരു 200 കൺട്രീസ് ഉണ്ട്. ഈ ലോകത്തിൽ 200ഓളം കൺട്രീസ് ഉണ്ട്. അതിൽ only 6 countries has mastered space technology and India is one of them. All of you should be very proud. അത് മാത്രമല്ല, അറ്റോമിക് എനർജി മേഖലയിലും 6 കൺട്രി മാത്രമാണ് ഈ ലോകത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. മാസ്റ്റേർഡ് ദ ടെക്നോളജി. 6 ഇന്ത്യയും ഒരാണ്. ചടങ്ങിൽ DO TK അജിത് കുമാർ അധ്യക്ഷനായിരുന്നു. PN രവീന്ദ്രൻ, ഡോക്ടർ ഹോമി ചെറിയാൻ, ഡോക്ടർ M രമേശ്, KM സുനിൽ, ഡോക്ടർ EK കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. മലബാർ മേഖലയിലെ ശാസ്ത്രജ്ഞരുടെ സംഘടനയായ സയന്റിസ്റ്റ് അസോസിയേഷൻ ഓഫ് മലബാർ, കേരള ജൈവ വൈവിധ്യ ബോർഡ്, മേഖലാ ശാസ്ത്ര കേന്ദ്രം, കേന്ദ്ര അടയ്ക്ക സുഗന്ധവിള ഡയറക്ടറേറ്റ് തുടങ്ങിയവയിലെ ശാസ്ത്രജ്ഞരാണ് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനെത്തിയത്. ജൂൺ 5 സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ പോകുന്ന മഴക്കൊയ്ത്തുത്സവം മികച്ച പദ്ധതിയാണെന്ന് സംവാദം വിലയിരുത്തി. സർക്കാരിൽ നിന്നും ഓരോ സ്കൂളിനും 25,000 രൂപയാണ് പദ്ധതിക്കായി ലഭിക്കുന്നത്. ജൈവ വൈവിധ്യ പാർക്ക് രൂപത്തിൽ ഒരുക്കുന്ന പദ്ധതി വഴി ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രലോകത്തേക്ക് കടന്നു ചെല്ലാനും മികച്ച കരിയർ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് സംവാദത്തിൽ അഭിപ്രായമുയർന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിദഗ്ധർ അവബോധം നൽകി. ഗേറ്റ്, ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായി 150ഓളം വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ അണിനിരന്നത്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളും കൊലപാതകങ്ങളും തുടച്ചു നീക്കി നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗ വിദ്യാ പ്രാണിക് ഹീലിംഗ് ഫൌണ്ടേഷൻ കാലിക്കറ്റ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ബ്ലസ് കേരള പദ്ധതി നടപ്പിലാക്കുന്നു. മെയ് 10, 11 തീയതികളിൽ വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് നടക്കുന്ന ബുദ്ധപൂർണിമ ധ്യാനോത്സവത്തിൽ 500-ൽ പരം പ്രാണിക് ഹീലേഴ്സ് ഒന്നിച്ച് കേരളത്തെ അനുഗ്രഹിച്ചുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നിശ്ചിത സമയങ്ങളിൽ മഹത് പ്രാർത്ഥനയും ഇരുഹൃദയ ധ്യാനവും ഉപയോഗിച്ച് പരിശീലകർ പദ്ധതി നടപ്പിലാക്കും. കുറ്റകൃത്യങ്ങളുടെ എണ്ണം 30% ഒരു വർഷം കൊണ്ട് കുറവ് വരുത്തുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. പുതിയ പദ്ധതിയിലൂടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളും ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിന്റെ ഭാഗമായി 3 മാസം കൂടുമ്പോൾ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താന്ത്രിക പൂജാ പഠനരംഗത്തും വാസ്തു ജ്യോതിഷ പഠനരംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്ന ശ്രീ ഭഗവത് പൂജാ പഠന കേന്ദ്രം കുട്ടികൾക്കായി വൈദിക പഠന ശിബിരം സംഘടിപ്പിക്കുന്നു. മെയ് 10, 11, 12 തീയതികളിൽ പഠനകേന്ദ്ര ഗുരുകുലത്തിൽ ബ്രഹ്മശ്രീ കണ്ണൻ കളക്കാട്ടിൽ മനോഹരൻ തന്ത്രികളുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ. ഈ വർഷത്തെ പഠനശിബിരം മെയ് 10, 11, 12 തീയതികളിൽ കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിന് സമീപം ശ്രീ ഭഗവത് പൂജ പഠനകേന്ദ്ര ഗുരുകുലത്തിൽ വെച്ചാണ് നടത്തുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ നടത്തുന്ന ശിബിരത്തിൽ 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനമുണ്ടായിരിക്കും. തികച്ചും സൌജന്യമായ ശിബിരത്തിൽ യജുർവേദത്തിലെയും അഥർവവേദത്തിലെയും മന്ത്രങ്ങളും യജുർവേദത്തിലെ ബൌദ്ധാനിക തന്ത്രങ്ങളും ആധാരമാക്കിയുള്ള സിലബസാണ് ഉള്ളത്. ഗുരുകുലാചാര്യൻ ബ്രഹ്മശ്രീ കണ്ണൻ കുളക്കാട്ടിൽ മനോഹരൻ തന്ത്രികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ലാസുകളിൽ പ്രഗത്ഭരായ മറ്റു ഗുരുക്കന്മാരുടെ സാന്നിധ്യവും
പരിശീലനവും ഉണ്ടായിരിക്കും. കുട്ടികളിൽ ബുദ്ധിവികാസവും ആത്മവിശ്വാസവും വളർത്തി അതുവഴി മാനസിക സന്തോഷത്തിനും ജീവിത നിലവാരം ഉയർത്താനും പര്യാപ്തമാക്കുന്നതാണ് പഠനശിബിരമെന്ന് സംഘാടകർ പറയുന്നു. കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. എ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ ലോഗോ പ്രകാശനം ചെയ്തു. കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിപുലമായ പരിപാടികളോടെ നടന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് K സലീം അധ്യക്ഷം വഹിച്ച പരിപാടി എ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിച്ചുപോയ വിദ്യാലയങ്ങളിൽ നിന്ന്, ലക്ഷങ്ങൾ തന്നെ പഠിച്ചുപോയ വിദ്യാലയത്തിൽ നിന്ന് നല്ലൊരു ഭാഗം ആളുകളെയെങ്കിലും വിവരമറിയിച്ച് പങ്കെടുപ്പിക്കാനാവണം. അത് വേണ്ട നിലയിൽ ആ പ്രവർത്തനം നടത്താനായില്ല എന്ന് ഈ കമ്മിറ്റി തന്നെ സ്വയം വിലയിരുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ നിശ്ചയിച്ച 2 തവണയും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നിശ്ചയിച്ച തീയതി മാറ്റിയത്. ഞാനും കൂടെ പങ്കെടുത്താണ് ഒരിക്കലും അവരോട് പറഞ്ഞു, മീറ്റിംഗിൽ പറഞ്ഞത് ഒരു 2 മാസക്കാലത്തെയെങ്കിലും ഒരു തയ്യാറെടുപ്പുണ്ടാവണം. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ ലോഗോ പ്രകാശനം ചെയ്തു. സംഘാടക സമിതി അംഗങ്ങൾ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. കൌൺസിലർ ബീന രാജൻ അംഗത്വ വിതരണവും കൌൺസിലർ MM ലത അവാർഡ് വിതരണവും നിർവഹിച്ചു. പ്രിൻസിപ്പൽ A രമ, ഹെഡ് മിസ്റ്റേഴ്സ് അജിതകുമാരി, PTA പ്രസിഡന്റ് PV ജബ്ബാർ, മദർ PTA പ്രസിഡന്റ് ഷൈമി, വികസന സമിതി ചെയർമാൻ KP സലീം, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധി M നജീബ്, ഡോക്ടർ KK കുഞ്ഞമ്മദ് മാസ്റ്റർ, PR പ്രസന്ന ടീച്ചർ, CC മേരിക്കുട്ടി ടീച്ചർ, A രാധാമോഹൻ, T മുഹമ്മദ് കോയ, രമണി ഭായ്, TT കണ്ടംകുട്ടി, T നന്ദകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂൾ വികസന സമിതി അംഗം ശ്രീനിവാസൻ ചാലിക്കര റിപ്പോർട്ട് അവതരിപ്പിച്ചു. അപൂർവ ഇനം അലങ്കാര പ്രാവുകളുടെ പ്രദർശനവും മത്സരവും നഗരത്തിലൊരുങ്ങുന്നു. നോബിൾ പീജൻ അസോസിയേഷനാണ് നാഷണൽ പീജൻ ഷോ സംഘടിപ്പിക്കുന്നത്. മെയ് 9, 10 തീയതികളിൽ കണ്ടംകുളം ജൂബിലി ഹാളിലാണ് പ്രദർശനം. മെയ് 9, 10 തീയതികളിൽ കോഴിക്കോട് ജൂബിലി ഹാളിലാണ് പ്രദർശനം നടക്കുന്നത്. 9 മണി മുതൽ ആരംഭിക്കുന്ന ഷോയിൽ ലോകോത്തര തലത്തിലെ 1000-ൽ പരം പ്രാവുകളെ പ്രദർശിപ്പിക്കും. പ്രദർശനത്തിനോടനുബന്ധിച്ചുള്ള പ്രാവുകളുടെ മത്സരം വിധിയെഴുതാൻ ബഹ്റൈനിൽ നിന്നുള്ള 5-അംഗ ജഡ്ജിംഗ് പാനലാണ് എത്തുന്നത്. അക്ബർ അൽ സയ്ദ്, നജീബ് റഫി, മഹ്മൂദ് അഫ്ര, ജമീൽ അൽ ഷേഖ്, മജീദ് ഗന്നാറ്റി എന്നിവർ ഈ സംഘത്തിലുണ്ടാകും. കൂടാതെ ഇന്ത്യയിൽ നിന്നും സെന്തിൽ അരസുവും ജഡ്ജ്മെന്റിനായി എത്തുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരി. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിനിടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Weddings for every Indian bride. Malabar Gold
വാർത്തകൾ തുടരുന്നു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് 64-ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ ജലസംരക്ഷണത്തെ അധികരിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ IMA പ്രസിഡന്റ് ഡോക്ടർ P. അജിത ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ എരഞ്ഞിപ്പാലം 64-ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ ജലസംരക്ഷണവും കിണർ റീചാർജിംഗും ഓർഗാനിക് ഫാമിംഗ് എന്നീ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ IMA പ്രസിഡന്റ് ഡോക്ടർ P. അജിത ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ജൈവ കൃഷി കൊണ്ട് നമുക്ക് തന്നെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് നല്ല പച്ചക്കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ല, പണ്ട് മുതലേ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV ലളിതപ്രഭ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എരഞ്ഞിപ്പാലം കൌൺസിലർ TV ബിജുരാജ് അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഭാരവാഹി ഡോക്ടർ AM ഷെരീഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M. ഭാഗ്യനാഥ്, CPM ലോക്കൽ സെക്രട്ടറി KP സലീം, IUML ഭാരവാഹി ലത്തീഫ് ഹാജി, ദീപേഷ് എന്നിവർ സംസാരിച്ചു. കിണർ റീചാർജിംഗ് വിദഗ്ധൻ മണലിൽ മോഹനൻ ക്ലാസ് എടുത്തു. നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഇങ്ങനെ ശുദ്ധമാണ് എന്ന് കരുതുന്ന ഈ കുപ്പിവെള്ളം പലതും ശുദ്ധമല്ല എന്ന് നമുക്ക് ബോധ്യമാണ്. ചലച്ചിത്ര നാടക നടനായ മുരുകേഷ് കാക്കൂറിന്റെ സ്മരണയ്ക്ക് വേണ്ടി അനുസ്മരണ സമിതി ഒരുക്കിയ മുരുകേഷ് കാക്കൂർ സ്മാരക പുരസ്കാരത്തിന് നടനും സംവിധായകനുമായ പയ്യന്നൂർ മുരളി അർഹനായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മുരുകേഷ് കാക്കൂർ സ്മാരക പുരസ്കാരത്തിന് നടനും സംവിധായകനുമായ പയ്യന്നൂർ മുരളി അർഹനായി. 11,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. പ്രൊഫഷണൽ നാടകരംഗത്തെ പ്രതിഭകൾക്ക് നൽകുന്ന അവാർഡ് മെയ് 18 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് നാളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഓർമ്മകളിൽ കുട്ടേട്ടൻ എന്ന പരിപാടിയിൽ വെച്ച് സമർപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നാടകരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായി സംബന്ധിക്കും. മുരുകേഷ് കാക്കൂരിന്റെ ശിക്ഷണത്തിൽ ഏകാഭിനയം പഠിച്ചവരുടെ അവതരണവും നാടകവും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടുലതാളങ്ങളും ഭാവവിന്യാസങ്ങളുമായി അമ്മമാർ. ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് മുമ്പാകെ അമ്മമാർ അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്താവിഷ്കാരം കാണികൾ ഹൃദയത്തിലേറ്റി. ശാസ്ത്രീയ നൃത്തവേദികൾ തങ്ങൾക്കും വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് അമ്മമാർ. ഭാവതാള വിന്യാസങ്ങളും മുദ്രാഭിനയങ്ങളും ആവാഹിച്ച് അമ്മമാരുടെ പ്രകടനം അത്രയേറെ ആസ്വാദ്യകരമായിരുന്നു. മൈലമ്പാടി നൂപുര നൃത്ത വിദ്യാലയത്തിൽ പരിശീലനം നേടിയ 15ഓളം അമ്മമാരാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ വേദി ശാസ്ത്രീയ നൃത്താവിഷ്കാരത്തിലൂടെ ധന്യമാക്കിയത്. പത്മ ഗോപാലകൃഷ്ണൻ, രാജി പത്മനാഭൻ, ബിന്ദു ജയപ്രകാശ്, സന്ധ്യ വിനോദ്, നിഷ ബൈജു, ബിന്ദു ഹരീഷ്, മായാകൃഷ്ണൻ, സന്ധ്യ ശ്രീജിത്ത്, സിന്ധു വിനോയ്, പ്രസില രാജു, കന്നി ദീപു, മഞ്ജു സുരേഷ്, രശ്മി പൊതുവാൾ, ഷനിഷ ബാബു, പ്രസീത ശ്രീനിവാസൻ, കലാമണ്ഡലം ലതാ സുരേഷ് എന്നിവർ വേദിയിലെത്തി. പരിപാടി പുഷ്പാഞ്ജലി ഗണേശ കൌത്തത്തോടെ ആരംഭിച്ചു. മായാമാളവ ഗൌളരാഗം ആദിതാളത്തോടെയുള്ള വർണ്ണം, തോടിരാഗത്തിലെ തായേ യശോദ, രാഗമാലിക ആദിതാളത്തിൽ ദശാവതാരം, ദേവീസ്തുതി, രേവതി രാഗത്തിൽ മഹാദേവ ശിവശംഭോ, പരശുരാഗത്തിലെ തില്ലാന എന്നിവയ്ക്ക് ശേഷം മംഗളശ്ലോകത്തോടെ സമാപിച്ചു. കലാമണ്ഡലം ലതാ സുരേഷ് വേദിയിൽ അവതരിപ്പിച്ച കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം രാധയുടെ വിരഹദുഃഖം കാണികളിലേക്ക് എത്തിച്ചു. പ്രതാപ് കോഴിക്കോട് വായ്പാട്ടിലും, മുക്കം സലീം മൃദംഗത്തിലും, ജയപ്രകാശ് കണ്ണൂർ പുല്ലാങ്കുഴലിലും, KK സുരേഷ് ബാബു ഇടക്കയിലും, കലാമണ്ഡലം ലതാ സുരേഷ് നാട്ടുവാങ്കത്തിലും, ശ്രീജിത്ത് വീണയിലും അകമ്പടിയേകി. ഗൃഹഭരണത്തിലും ജോലിയിലും മാത്രം ഒതുങ്ങാതെ ശാസ്ത്രീയ നൃത്തരംഗത്തും തിളങ്ങുകയാണ് ഈ വനിതകൾ. കോഴിക്കോട് ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ 3ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭീമ ഗ്രൂപ്പ് ചെയർമാൻ B. ഗിരിരാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ കിഴക്കുംപാട്ട് വിനോദ കുമാരശർമ്മയാണ് യജ്ഞാചാര്യൻ. സപ്താഹം മെയ് 14 സമാപിക്കും. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുള്ള അത്യപൂർവമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ചെറുട്ടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ദേശദേവതയായി കുടികൊള്ളുന്ന ഭദ്രകാളിയുടെ അനുഗ്രഹാശിസുകൾ കൊണ്ടാണ് കോഴിക്കോട് നഗരത്തിലെ സമസ്ത മേഖലകളിലും ശാന്തിയും പുരോഗതിയും ഉണ്ടാകുന്നത് എന്നാണ് വിശ്വാസം. 18 പുരാണങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. മഹത്തായ അനേകം ശാശ്വത മൂല്യങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു. ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ B. ഗിരിരാജൻ ഉദ്ഘാടനം ചെയ്തു.
AP സായി നാരായണൻ അധ്യക്ഷനായിരുന്നു. രഘുവീർ, AP കൃഷ്ണകുമാർ, KP ഗംഗാധരൻ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. TA മുരളീധരൻ, PR സുനിൽ സിംഗ് എന്നിവർ നേതൃത്വം നൽകി. ആചാര്യവരണത്തിന് ശേഷം ഭാഗവത മഹാത്മ്യ പാരായണവും നടന്നു. ബ്രഹ്മശ്രീ കിഴക്കുംപാട്ട് വിനോദ്കുമാര ശർമ്മയാണ് യജ്ഞാചാര്യൻ. ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളും പാരായണം ചെയ്ത് തത്വങ്ങളും മൂല്യങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നത് സപ്താഹത്തിലൂടെ നിറവേറ്റപ്പെടുന്നു. ലോകത്ത് എവിടെയായാലും മലയാളികൾ സംഘടനകൾ രൂപീകരിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നത് അഭിനന്ദനാർഹമാണെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ കൊയിലാണ്ടിക്കൂട്ടത്തിന്റെ 6ാമത് വാർഷികത്തിന്റെ ഭാഗമായി നടന്ന കുഞ്ഞു മനസ്സുകൾക്കൊരു കുട്ടി സമ്മാനം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്മയിലൂടെ സൌഹൃദം, സൌഹൃദത്തിലൂടെ കാരുണ്യമെന്ന ആശയത്തിലൂടെ 57,000 അംഗങ്ങളുമായി ഇന്ത്യയിലും വിദേശത്തുമായി പ്രവർത്തിച്ചു വരുന്നവരുടെ കൂട്ടായ്മയാണ് കൊയിലാണ്ടിക്കൂട്ടം. കാരുണ്യഹസ്തം പദ്ധതിയുടെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുഞ്ഞു മനസ്സുകൾക്കൊരു കുട്ടി സമ്മാനം എന്ന പരിപാടി സംഘടിപ്പിച്ചത്. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ എവിടെയായാലും മലയാളികൾ സംഘടനകൾക്ക് രൂപം നൽകി മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകുന്നത് അഭിമാനമാണെന്ന് സ്പീക്കർ പറഞ്ഞു. കൊയിലാണ്ടി താലൂക്കിന്റെ വിവിധ നിന്നായി തെരഞ്ഞെടുത്ത 1,500ഓളം സ്കൂൾ വിദ്യാർത്ഥികൾക്കും സൌജന്യ സ്കൂൾ കിറ്റുകൾ വിതരണം നടത്തി. കൂട്ടായ്മയുടെ 6ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഖത്തർ, ബഹ്റൈൻ, UAE, കുവൈത്ത്, ദുബായ്, ഒമാൻ, ജിദ്ദ, ഡൽഹി, ബാംഗ്ലൂർ, കൊയിലാണ്ടി എന്നിവിടങ്ങളിലാണ് കൂട്ടായ്മയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. കൊയിലാണ്ടിക്കൂട്ടം പേഴ്സൺ ഓഫ് ദി ഇയർ 2016 തെരഞ്ഞെടുക്കപ്പെട്ട ഷഹീർ ഗാലക്സിക്ക് സ്പീക്കർ അവാർഡ് നൽകി. ചടങ്ങിൽ K. ദാസൻ MLA, നഗരസഭാ ചെയർമാൻ K. സത്യൻ എന്നിവരും കോൽക്കളിയും നാടൻപാട്ടുമടക്കം വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗോവിന്ദപുരം ശ്രീ ഋഷിപുരം ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 7 ദിവസങ്ങളിലായി ഭാഗവതത്തിന്റെ പൊരുൾ ഭക്തരിലേക്ക് എത്തും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതപ്പെടുന്ന ശ്രീമദ് ഭാഗവതത്തിലെ തത്വങ്ങൾ ജീവിതം ധന്യമാക്കാൻ ഉതകുന്നതാണ്. ഭാഗവതം പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും ദുഃഖങ്ങൾ ഇല്ലാതാക്കി ശാന്തിയും സമാധാനവും ഐശ്വര്യവും കൈവരിക്കാൻ ഉത്തമമാണെന്നും കരുതപ്പെടുന്നു. ഗോവിന്ദപുരം ഋഷിപുരം ദേവസന്നിധിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരാ ഇതൊക്കെ നടത്തുന്നത്? ഇതിന്റെ പിന്നിലും ഇതിലൊക്കെ ഭഗവാനാണ്. അതിന്റെ പിന്നാലെ നമ്മൾ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തയ്യാറായാൽ മതി. പലപ്പോഴും നമ്മൾ അതിന് തയ്യാറാവാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഒരിക്കലും നടക്കൂല. എല്ലാം ഭഗവാൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യവും നടക്കാൻ വേണ്ടി പോകുന്നില്ല. നമുക്ക് ആദ്യം ബോധ്യം വരേണ്ടുന്നൊരു കാര്യമാണത്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശംഭു നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. നഗരാസൂത്രണ വികസനം ചെയർമാൻ MC അനിൽകുമാർ, സ്വാമി ശാന്താനന്ദപുരി, വീരരാഘവജി, S. തുളസീധരൻ പിള്ള, P. ധർമ്മരാജൻ എന്നിവർ സംസാരിച്ചു. സപ്താഹയജ്ഞം നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ബ്രഹ്മശ്രീ കല്ലംവെള്ളി നാരായണൻ നമ്പൂതിരി, കല്ലംവെള്ളി ത്രയംബിക അന്തർജനം, കല്ലംവെള്ളി ജയൻ നമ്പൂതിരി എന്നിവരാണ് സപ്താഹത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് വനിതാ സംഘടനാ നേതാവ് ഖമറുന്നീസ അൻവറിനെതിരെയുള്ള നടപടി അച്ചടക്ക നടപടിയല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. നേതൃസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയതാണെന്നും വിശദീകരണം. എഴുത്തുകാരുടെയും ശബ്ദമുയർത്തുന്നവന്റെയും നാവരിയുന്ന ഭരണകൂടമാണ് രാജ്യത്തുള്ളതെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി. ഇന്റർസോൺ കലോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. സേവന സന്നദ്ധരാകാൻ സമൂഹത്തിന് സാധിക്കണമെന്ന് ഡെപ്യൂട്ടി മേയർ മീര ദർശൻ. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനത്തിൽ വിവിധ പരിപാടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.